നമസ്കാരം. നമ്മൾ ഇതിനു മുന്നേ നമ്മൾ സിമ്പിളായിട്ട് എങ്ങനെയാണ് ടൈൽ എപ്പോക്സി ചെയ്യുക എന്നതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേരാണ് നമുക്ക് മെസ്സേജ് അയച്ചിട്ടും അതുപോലെ തന്നെ ഫോൺ വിളിച്ചിട്ടൊക്കെ ചോദിച്ചത്. നമ്മുടെ പഴയ എപ്പോക്സി, ആ മാറ്റ് ഫിനിഷ് ഉള്ള പഴയ എപ്പോക്സി, അത് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ പൊട്ടിപ്പോരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ചളിയൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്, അതിൻ്റെ ഒരു ഫിനിഷിംഗ് ഒക്കെ പോയി ഇരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഇത് മാറി നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുള്ള ആ ഒരു ഗ്ലാസ് എപ്പോക്സി നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് വിളിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഇതിന്റെ പിന്നിലായിരുന്നു. എങ്ങനെ നമുക്ക് ആ ഒരു പഴയ എപ്പോക്സി മാറ്റിക്കൊണ്ട് നമ്മുടെ പുതിയ ഒരു ഗ്ലാസ് എപ്പോക്സി എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചിട്ടായിരുന്നു ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവസാനം നമുക്ക് നല്ലൊരു മെത്തേഡ് കിട്ടിയിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമ്മുടെ പഴയ എപ്പോക്സി യൂസ് ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ അത് ഉപയോഗിച്ചവർക്ക് അറിയുന്നതാവും. ഒരു മാറ്റ് ഫിനിഷ് ആണ് വരുന്നത്. മാറ്റ് ഫിനിഷ് ഇടുമ്പോൾ നല്ല പ്യൂർ കളറൊക്കെ ആയിരിക്കും കിട്ടുക. ബ്ലാക്ക് ഒക്കെ ആണെങ്കിൽ പ്യൂർ ബ്ലാക്ക് ഒക്കെ കിട്ടും. പക്ഷെ പിന്നെ അത് ഓട്ടോമാറ്റിക്കലി ചളിയൊക്കെ പിടിച്ച് അല്ലെങ്കിൽ നമ്മൾ ഫുഡ് പാർട്ടിക്കിൾസ് വന്ന് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്നുകൊണ്ട് അതിൻ്റെ ഒരു ഫിനിഷ് എങ്ങനെ പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും. ഇത് ഇട്ട് കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ആദ്യമായിട്ട് ഈ എപ്പോക്സി ഇട്ടപ്പോൾ നല്ല പ്യൂർ ബ്ലാക്കിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം അതിൽ ആ ചളിയൊക്കെ പിടിച്ച് അതിൻ്റെ ഒരു ഫിനിഷിംഗ് ഒക്കെ മൊത്തം പോയി ആ ഒരു കളർ തന്നെ മാറിയൊരു അവസ്ഥയാണുള്ളത്. അപ്പോൾ ഇത് എങ്ങനെ റിമൂവ് ചെയ്തുകൊണ്ട് നമുക്കിപ്പോൾ ഓൾറെഡി ഉള്ള ആ ഒരു എപ്പോക്സി ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ഗ്ലാസ് ഫിനിഷ് വരുന്ന എപ്പോക്സി എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പഴയ എപ്പോക്സി കളയുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ ചെയ്ത പോലെ നമ്മൾ ഇന്നും ഡ്യൂറോഫിലിന്റെ ഗ്ലാസ് എപ്പോക്സിയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഒരു ക്ലൈമറ്റിനൊക്കെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു എപ്പോക്സിയാണ് ഈ ഡ്യൂറോഫിലിന്റെ ഗ്ലാസ് എപ്പോക്സി എന്ന് പറയുന്നത്. ഇത് എവിടെയാണ് അവൈലബിൾ കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ അതുപോലെ തന്നെ ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന കളർ നിങ്ങൾ കണ്ടു, ഓൾറെഡി അവർ ബ്ലാക്ക് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നത് കാർബൺ ബ്ലാക്ക് കളർ തന്നെയാണ്. അത് മുൻപ് ആ കളർ ചെയ്തുകൊണ്ട് ഒരുപാട് വെറൈറ്റി ഓഫ് കളേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ മിക്സിങ്ങിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ്. ഇഷ്ടമായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഒരു മെത്തേഡ് എടുക്കാൻ കാരണം ഒരുപാട് പേര് നമ്മൾ വിളിച്ചിട്ട് ചോദിച്ചു പഴയ എപ്പോക്സി കളഞ്ഞിട്ട് എങ്ങനെ പുതിയതിടാം. അപ്പോൾ നമ്മൾ ഒരുപാട് ട്രൈ ചെയ്തു, ഒരുപാട് നോക്കി, അങ്ങനെ അവസാനം എല്ലാവർക്കും സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ കഴിയാവുന്ന തരത്തിലുള്ള ഒരു മെത്തേഡ് ഇതാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെയാണ് ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ എത്തിയത്. അപ്പോൾ ഈ മെറ്റീരിയൽ എവിടെ കിട്ടുമെന്നാണ് പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നത്. ഞാൻ അഡ്രസ്സും നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആർക്ക് വേണമെങ്കിലും അത് കിട്ടും.